മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ചു. തങ്ങളും സ്ഥാനാർത്ഥിയും മാധ്യമങ്ങളെ കണ്ടു. CIC-യുടെ അഡ്വൈസറി ബോർഡ് അംഗം കൂടിയാണ് ഹാരിസ് ബീരാൻ. CIC നേതാക്കൾ ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരിയോടൊപ്പം ഹാരിസ് ബീരാനെ അനുമോദിച്ചു. ഹാരിസ് ബീരാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇവിടെ വന്നതാണ്. അദ്ദേഹം പതിവായിട്ട് ഇവിടെ വരാറുണ്ട്. ചെറുപ്പം തൊട്ട് തന്നെ ഹാരിസ് പാണക്കാട്ടെ നിത്യ സന്ദർശകനാണ്. ജ്യേഷ്ഠൻ ശിഹാബ് തങ്ങളുള്ള കാലം തൊട്ട് തന്നെ ശിഹാബിനോട് പെറ്റായിരുന്നു വാസ്തവത്തിൽ ഹാരിസിൻ്റെ കുടുംബമൊക്കെ. ഇപ്പോൾ അദ്ദേഹം ഒരു ഔദ്യോഗിക പദവി ഏറ്റെടുക്കുക എന്നുള്ള നിലക്കാണ് പാർട്ടി അദ്ദേഹത്തെ ഒരു വലിയ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് സമൂഹം ഏറ്റവും ആവശ്യമുള്ള ഹാരിസിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് ഞങ്ങളിപ്പോൾ അതൊരു ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടോ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടോ മാത്രമല്ല കാണുന്നത്. ഡൽഹിയിൽ കേരളത്തിൻ്റെ ഒരു പ്രതിനിധി, കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ശബ്ദിക്കാനും അവിടെ ആരെല്ലാമാണോ കാണേണ്ടത് ആ രീതിയിൽ കാണാനും ഒരു സജീവ സാന്നിധ്യം കേരളത്തിന് വേണ്ടി ഉറപ്പുവരുത്തുവാൻ ഹാരിസിൻ്റെ ഈ നിയോഗത്തിലൂടെ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു സംതൃപ്തിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അല്ലാതെ ഒരു വെറും MP എന്നുള്ള നിലക്കല്ല, കേരളത്തിൻ്റെ കാരണം നമുക്കറിയാം കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നിയമപരമായി കേരളത്തെ ബാധിക്കുന്ന ഇപ്പോൾ CAA പോലെയുള്ള കാര്യങ്ങൾ, കേരളത്തെയും അല്ലാതെ പൊതുവെ സമൂഹത്തേക്ക് ബാധിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഹാരിസ് വളരെ സജീവമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിശ്രമങ്ങൾ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ആ ചുമതല അദ്ദേഹത്തിന് ഏൽപ്പിച്ചതുകൊണ്ട് പാർട്ടിക്ക് വലിയ സംതൃപ്തി അതിലുണ്ട് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് തീരുമാനിക്കേണ്ടതല്ലേ, കോൺഗ്രസ് പാർട്ടിയും അവരുമാണ് തീരുമാനിക്കേണ്ടത്. അതായത് രണ്ട് സ്ഥാനത്ത് പറ്റില്ലല്ലോ. അത് അവർ യുക്തമായ തീരുമാനം അവരെടുക്കും. ഞങ്ങൾ പറയുന്നില്ല. ഇത്തവണ പാർലമെന്റിൽ മുസ്ലിം പ്രാതിനിധ്യം വളരെ കുറവാണ് എന്നുള്ള ഒരു സാധനം വരുന്നുണ്ട് പാർലമെന്റിലെ MP-മാരുടെ എണ്ണത്തിലൊക്കെ. ഇപ്പോൾ വയനാട്ടിലൊരു റീഇലക്ഷൻ വരികയാണെങ്കിൽ ഒരു മുസ്ലിം പ്രതിനിധിയെ വേണമെന്നുള്ള ആവശ്യം പോകുന്നത് സുപ്രഭാതത്തിന് മുഖപത്രത്തിലൊക്കെ എഡിറ്റോറിലൊക്കെ ഉണ്ട്. അങ്ങനെ ആവശ്യം ലീഗിനുണ്ടോ? അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കേണ്ടതല്ലേ, അവർ തീരുമാനിക്കും. ആര് മത്സരിക്കേണ്ടത് അവർ തീരുമാനിക്കട്ടെ. മുസ്ലിം ലീഗിൻ്റെ അതേ അഭിപ്രായമുണ്ട്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ പൊന്നാനിയിലെയും മലപ്പുറത്തെയും ഉന്നത വിഷയം ലീഗിനെ മത്ത് പിടിപ്പിച്ചുവെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ലീഗിനെ മത്ത് പിടിപ്പിച്ചിട്ടുണ്ടോ? ലീഗിന് നല്ല ഊർജ്ജം ഉണ്ടായിട്ടുണ്ട്, മസ്തായിട്ടില്ല. വലിയ വിമർശനമാണ് മുഖ്യമന്ത്രി ലീഗിനെതിരെ നടത്തിയത്, അസംബ്ലിയിലൊക്കെ നടത്തിയത്. അത് പാർട്ടി പ്രതികരിച്ചോളൂ, ഞാനിതൊന്നും പറയുന്നില്ല. ഓക്കെ. +1 സീറ്റ് വിഷയം കൂടി വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും നിയമസഭയിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്താണ് ലീഗിൻ്റെ ഒരു നിലപാട്? അത് ലീഗ് മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ മലബാറിൽ, ഇത് മലപ്പുറത്തിൻ്റെ മാത്രം വിഷയമല്ല, ജയിച്ച കുട്ടികൾക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ മാത്രമുള്ള സീറ്റോ ബാച്ചോ ഇവിടെ ഇല്ല. അപ്പോൾ അത് ഗവൺമെൻറ് അത് കാര്യമായിട്ട് ഗൗരവത്തോടെ തന്നെ കണ്ടുകൊണ്ട് അത് പരിഹരിക്കണം എന്ന് മുസ്ലിം ലീഗ് നിയമസഭയിലും പുറത്തും മുഖ്യമന്ത്രിയെ നേരിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരത് നിർവഹിക്കുമെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. പ്രക്ഷോഭം പ്രതിഷേധമൊക്കെ ആവശ്യമുള്ള സന്ദർഭത്തിൽ അത് ചെയ്യും. സമരം ചെയ്യേണ്ടി വരികയാണെങ്കിൽ സമരം ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളടുത്ത് പറയായിരുന്നു, ഞാനിപ്പോൾ ഏകദേശം 40 വർഷത്തോളമായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈറ്റുകളുടെ സാന്നിധ്യത്തിൽ ഇവിടെ കയറുന്നത്. അപ്പോൾ എനിക്ക് വലിയൊരു അരോചകമായിട്ട് തോന്നി. കാരണം വെച്ചാൽ ഞാൻ ഇവിടുത്തെ നിത്യസന്ദർശകനാണ്, ഞാൻ ഇവിടുത്തെ ഒരു കുടുംബാംഗം പോലെ തന്നെയായിട്ട് ഞാൻ തന്നെ കരുതുന്ന ഒരാളാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആഹ്വാനം തന്നു. അതുകൊണ്ട് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാജ്യസഭയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന ഒരു വരവാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവ കഴിഞ്ഞ 10 വർഷമായിട്ട് എന്തെല്ലാമാണ് ലോക്സഭയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, ഏത് തരത്തിലുള്ള നിയമങ്ങളാണ് ലോക്സഭയിൽ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ലോക്സഭയിൽ ആ രീതിയിലുള്ള കരിനിയമങ്ങൾ പാസ്സാക്കുമ്പോൾ എന്തായാലും രാജ്യസഭയിലേക്ക് വരും. ലോക്സഭയുടെ ഒരു ചെക്കായിട്ട് മാറാനുള്ള ഒരു ശ്രമം രാജ്യസഭയിലുള്ള അംഗങ്ങളെല്ലാം കൂടി ഒരു ശ്രമം നടത്തും. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും നിൽക്കും എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. നീറ്റിൻ്റെ ഹർജി ഇന്നലെ സുപ്രീം കോടതി പരിഗണിച്ചു. MSF ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജുവാണ് അത് ഫയൽ ചെയ്തിരിക്കുന്നത്. അത് ഫയൽ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ വേറെ ഒരുപാട് കേസുകളുമുണ്ട്.
അപ്പോൾ ഇപ്പോൾ കൗൺസിലിംഗ് സ്റ്റേ ചെയ്യുന്നില്ല, പക്ഷേ ഇതിനകത്ത് ക്രമക്കേടുകൾ നടന്നിട്ട് ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അത് എക്സാം മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യണോ അല്ലെങ്കിൽ രണ്ടാമത് റീവാലുവേഷൻ നടത്തണോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം ജൂലൈ 8-ാം തീയതി കോടതി തുറക്കുമ്പോൾ പരിഗണിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. ഈ നീറ്റിൽ സ്വാഭാവികമായി പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇയറിലെ എക്സാം ഒഴികെ നീറ്റ് തന്നെ ആവശ്യമില്ല എന്നൊക്കെ ആവശ്യമില്ല, തമിഴ്നാടൊക്കെ അങ്ങനെ ആവശ്യമില്ല. അതിനകത്ത് എന്താണ് പൊളിറ്റിക്കലി ലീഗിൻ്റെ നിലപാട്? ലീഗിൻ്റെ നിലപാട് ഇപ്പോൾ തമിഴ്നാട് പോലത്തെ സംസ്ഥാനങ്ങളെല്ലാം നിലപാടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നീറ്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്നുള്ളത്. ഇതിനകത്തുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നീറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അർബൻ എലീറ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് അതിനുള്ള കോച്ചിങ്ങിനുള്ള സൗകര്യങ്ങളെല്ലാം കിട്ടുന്നത്. ഗ്രാമത്തിൽ വസിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള കോച്ചിങ് ഒന്നും കിട്ടുകയില്ല. മെറിറ്റുള്ള കുട്ടികളാണെങ്കിൽ പോലും നീറ്റിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പരീക്ഷയാണത്. അതുകൊണ്ട് തന്നെയാണ് പല സർക്കാരുകളും നീറ്റ് വേണ്ട എന്ന് പറയുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ കേരളത്തിലൊക്കെ നടത്തുന്ന പോലത്തെ എൻട്രൻസ് പരീക്ഷകളാണെങ്കിൽ കുറച്ചും കൂടി സുതാര്യമായിട്ട്, അതേപോലെ തന്നെ ഈ ഗ്രാമത്തിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ കുറേയും കൂടി അഡ്മിഷൻ കിട്ടാൻ ഉതകുന്ന രീതിയിലുള്ള പരീക്ഷകൾ നടന്നുകൊണ്ടിരുന്നത്. അതിനകത്തേക്ക് തിരിച്ചു പോകണമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ആവശ്യം.